ഹായ് ഗൈസ്, വെൽക്കം ടു ടെക്നോപീഡിയ പവർഡ് ബൈ സ്പോട്ട്ലൈറ്റ് സ്റ്റുഡിയോസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം, നമ്മൾ ഈ ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ലാപ്ടോപ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ കൺഫ്യൂഷൻസ് ഉണ്ട്, ഏതെടുക്കണം, ഏത് വാങ്ങണം എന്നൊക്കെ. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻസിനെ നമുക്ക് മാറ്റി വയ്ക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലാപ്ടോപ്പ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ. രണ്ട്, ബഡ്ജറ്റ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ പല ടൈപ്പ് 1 lakh 2 lakh 3 lakh അതിൻ്റെയൊക്കെ ലാപ്പ് എടുക്കുന്ന നമുക്ക് ആവശ്യകത ഉണ്ട് എന്നും കൂടി ചെക്ക് ചെയ്യാനാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലാപ്ടോപ്പ് എടുക്കുമ്പോൾ കാര്യം ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യം എന്താണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ 3ds Max അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് അങ്ങനെ പ്രീമിയർ പ്രോ അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഹൈ എൻഡ് ലാപ്ടോപ്സാണ് നോക്കിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലാപ്ടോപ്പ് എടുക്കണമെന്ന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ പർപ്പസ് എന്താ. ഇപ്പോൾ ചിലവർക്ക് എനിക്ക് അക്കൗണ്ടിങ്സ് മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് ക്രോം മാത്രം യൂസ് ചെയ്താൽ മതി, ഞാൻ ലേണിംഗ് മാത്രമേ നോക്കുന്നുള്ളൂ, അപ്പോൾ എനിക്ക് ലേണിങ്ങിനായിട്ടൊരു ലാപ്ടോപ്പ് വേണം. അപ്പോൾ ഈ ലേണിങ്ങിന് ലാപ്ടോപ്പ് വേണ്ടവർ വലിയ ലാപ്ടോപ്പ് എടുക്കേണ്ട ആവശ്യമില്ലാണ്ട് വെറുതെ അവരെ സ്പെക്ക് എടുത്ത് കാര്യങ്ങൾക്കായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ യൂസ് എന്താ. അപ്പോൾ ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു 4-5 യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, ആളുകൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്സ്, അതായത് എക്സൽ, വേർഡ്, പവർ പോയിൻറ്റ്, അല്ലെങ്കിൽ കുറച്ച് നെറ്റ് ഉപയോഗിക്കാൻ, അങ്ങനെ കുറച്ച് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഇ-കൊമേഴ്സ് ഒക്കെ നടത്തുന്ന ആൾക്ക് അത്രയും ആവശ്യമുള്ളൂ. രണ്ടാമത്തെ ആൾക്കാരെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് 3D എഡിറ്റിംഗ് ഉണ്ട്, പിന്നെ അത്യാവശ്യം നോർമൽ എഡിറ്റിംഗ് ആയിട്ട്. എക്സൽ, വേർഡ്, ക്രോം മാത്രം യൂസ് ചെയ്യുന്നവർ എടുക്കേണ്ട സ്പെസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സജഷൻ പോലെ പറയുകയാണ്, അതിൽ SSD ഉണ്ടായിരിക്കണം. മിനിമം 8 GB റാം ഉണ്ടായിരിക്കും. SSD എല്ലാത്തിനും വളരെ കോസ്റ്റ് കുറവാണ്, പക്ഷേ കാലക്രമേണ അത് സ്ലോ ആയി വരും. അതുകൊണ്ട് തന്നെ SSD ആണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. 8 GB റാം മിനിമം. കാരണം നിങ്ങൾ വിൻഡോസ് റൺ ചെയ്യാൻ തന്നെ 4.5 അപ്രോക്സിമേറ്റ് 3 GB അപ്രോക്സിമേറ്റ് അത് എടുക്കും. പിന്നെ 4 എക്സെപ്ഷണൽ കേസുകളിൽ അതെടുക്കും. പിന്നെ ബാക്കിയുള്ള ആപ്സ്, അതായത് ക്രോമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഡാറ്റ യൂസ് ചെയ്യുന്നതുകൊണ്ട് മെമ്മറി പവർ ആയിട്ട് 8 GB റാം ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. പിന്നെ പ്രോസസ്സർ ആണെങ്കിൽ ഹൈ എൻഡ് പോകണ്ട, നിങ്ങൾ ലോ എൻഡ് തന്നെ U ടൈപ്പ്, അതായത് i7 ഒക്കെയാണ് U ടൈപ്പ്. റൈസൻ്റെ 5 സീരീസും കുഴപ്പമില്ല. നിങ്ങൾക്ക് ചെറിയ മോഡൽ പ്രോസസ്സേഴ്സ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ പ്രോസസ്സറാണ് ബെറ്റർ ഫോർ എക്സൽ എന്ന്. നിങ്ങൾക്കത് പ്രോസസ്സറിൻ്റെ സ്പീഡ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഒരു വെബ്സൈറ്റും കൂടെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ ഇതിൻ്റെ ബെഞ്ച് മാർക്ക്, അതായത് മാർക്കറ്റിൽ ഇറങ്ങുന്ന പുതിയ പ്രോസസ്സറിൻ്റെ ബെഞ്ച് മാർക്ക് ലോ എൻഡ് നമ്മൾ നോക്കിയാൽ മതി. ഭയങ്കര വലിയ എന്താ പറയുക R9 5.9 ആ മോഡലൊന്നും വേണ്ട, നമുക്ക് ചെറിയൊരു രീതിയിൽ ചെയ്യാം. സെക്കൻഡ്, രണ്ടാമത് എഡിറ്റേഴ്സ് കൂടെ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് പിക്ചറാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സാധാരണ യൂട്യൂബറാണ്, എനിക്ക് ലാപ്ടോപ്പ് വേണം, അപ്പോൾ അയാൾ എന്തായാലും 4K, ഇപ്പോൾ ഫോണിൽ 4K ഉണ്ടെങ്കിൽ ഞാൻ 4K എഡിറ്റിംഗ് ലാപ്ടോപ്സിന് സജസ്റ്റ് ചെയ്യുന്നത് 32 GB റാം മിനിമം വേണം. അതായത് ബെസ്റ്റ് 16 ഓക്കെയാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന 16 ആണ്. എനിക്ക് അത്യാവശ്യം 4K പ്രൊജക്ട്സുകൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബഡ്ജറ്റ്, ഇപ്പോൾ 16 GB 32 GB എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ബഡ്ജറ്റ് കയറുന്നുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാനിപ്പോൾ ചെയ്ത പോലെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എഡിറ്റിംഗ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എഡിറ്റേഴ്സിന് അത്യാവശ്യം നല്ല പ്രോസസ്സറും കൂടി ആവശ്യമുണ്ട്. നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്യണം, നിങ്ങൾ 3ds Maxും കൂടി ഇപ്പോൾ സിനിമ 4D ചിലർ കമ്പയർ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് കൂടിയേ തീരും. അപ്പോൾ ഗ്രാഫിക്സ് കാർഡും കൂടി നിങ്ങൾ കണക്കാക്കേണ്ടതാണ്. ഇപ്പോൾ 4 GB ആണ് അത്യാവശ്യം സജഷനിൽ ഞാൻ കൊടുക്കുന്നത്, കാരണം അത്യാവശ്യം നല്ല പ്രോസസ്സിംഗ് ഒക്കെ ഉള്ള ഇതുണ്ട്. പിന്നെ R7 Ryzen 7 പ്രോസസ്സർ ഈസ് ഗുഡ്. പിന്നെ അല്ലെങ്കിൽ i7s എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടിയ i7 ആണ് ബെറ്റർ. i7ൻ്റെ നിങ്ങൾ നോക്കിയെടുക്കണം. ചിലത് i7ൻ്റെ തന്നെ വേറെ മോഡൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മോഡൽസ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് പോയി വായിച്ച് നോക്കാം. അപ്പോൾ എഡിറ്റേഴ്സിന് നിങ്ങളെ 4K ഏതാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചുള്ള ലാപ്ടോപ്സ്, നിങ്ങൾക്ക് ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ലാപ്ടോപ്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. ദെൻ നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന കുറച്ച് ടീംസ്, ലേണിംഗ് മാത്രമുള്ള ടീംസ്, അവർക്ക് ഞാൻ മറ്റേ ലോ എൻഡ് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ലേണിംഗ് മാത്രം മതി എന്ന് പറഞ്ഞ് കുറച്ച് വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് ലോ എൻഡ് തന്നെ. പിന്നെ എനിക്ക് 3D വേണ്ട, എനിക്ക് ഓട്ടോക്യാഡ് എനിക്ക് വരയ്ക്കാൻ മാത്രമേ ഉള്ളൂ, ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യങ്ങൾ എനിക്ക് വരയ്ക്കാൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഒരു 16 GB റാം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോസസ്സർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടോക്യാഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. 3D വേണ്ട. 3D എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് കാര്യത്തിന് 3D ആയാലും നമ്മൾ അതിനനുസരിച്ചുള്ള ഗ്രാഫിക്സ് കാർഡ് വെച്ചേ തീരും. പിന്നെ എൻ്റെ ഒരു ജനറേഷൻ ഗെയിമിങ്ങിന് ആൾക്കാർക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഗ്രാഫിക്സ് കാർഡ്, നമ്മുടെ പ്രൊസസ്സർ, നമ്മുടെ റാം, ഈ 3 കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാനാണ് ഗെയിമിങ്ങിന്. അപ്പോൾ ബഡ്ജറ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ ഗെയിമിങ്ങിന് ഞാൻ സജസ്റ്റ് ചെയ്യണം നെവർ. ലാപ്ടോപ്പ് ഒരിക്കലും ഗെയിമിങ്ങിന് ബെസ്റ്റ് അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്യുന്ന പവർ, ഇപ്പോൾ ബാറ്ററിയുടെ ആയാലും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന പവർ വളരെ കുറവാണ്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ്, ഇപ്പോൾ നമ്മുടെ ഏലിയൻ വെയറൊക്കെയാണ് ഓക്കെ, പിന്നെ പക്ഷേ കൂടുതൽ മോസ്റ്റ്ലി കണ്ടേക്കുന്നത് ഹീറ്റിംഗ് ഇഷ്യൂസ് കുറേ അധികം നമ്മുടെ ലാപ്ടോപ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് ഞാൻ ഒരിക്കലും ഗെയിമിങ്ങിന് ഒരാൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല, ഞാൻ ഡെസ്ക്ടോപ്പ് എടുക്കാനേ പറയാറുള്ളൂ. അപ്പോൾ ബെസ്റ്റ് ഡെസ്ക്ടോപ്പാണ്, കാരണം ഹീറ്റിംഗ് റെഡ്യൂസ് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് സ്പെക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇപ്പോൾ ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ DDR5ൻ്റെ ഒക്കെ മോഡൽസ് ഇറങ്ങി തുടങ്ങി, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അപ്ഗ്രേഡ് നമുക്ക് ചെയ്യാൻ പറ്റും, ബോർഡ് മാറ്റുക, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഡെസ്ക്ടോപ്പ് ഈസ് ബെറ്റർ.
എപ്പോഴും ഡെസ്ക്ടോപ്പ് തന്നെയാണ്. ഗെയിമിംഗ് മേഖല തിരഞ്ഞെടുക്കുന്നവർക്ക്, അത് ഗെയിമിങ്ങിൽ എനിക്ക് മുന്നോട്ട് പോകണമെന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് അതാണ് ബെറ്റർ. നിങ്ങൾക്ക് പിന്നെ ഗെയിം ക്രിയേറ്റ് ചെയ്യാനും അങ്ങനത്തെ ഒരു സ്പെക്ക് വേണമെന്നുള്ളതുകൊണ്ട് തന്നെ കൂടിയ സ്പെക്ക് നമ്മൾ ഗെയിമിങ്ങിന് ഇടുക. അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ച് ലാപ്ടോപ്സ് അല്ല, ഞാൻ സ്പെസിഫിക്കേഷൻസ് മാത്രം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇതിനനുസരിച്ചുള്ള ലാപ്ടോപ്സ് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുക. വെബ്സൈറ്റിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ നോക്കുക ഏതൊക്കെ സ്പെക്കാണ് ബെസ്റ്റ്, ഏതൊക്കെ കാര്യങ്ങളാണ് ബെസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ യൂസ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ലാപ്ടോപ്പ് എപ്പോഴും വാങ്ങാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനാവശ്യമായി നിങ്ങളെ കാശ് കളയണം. പിന്നെ ഈ ലാപ്ടോപ്സ് ആയാലും ഫോൺസ് ആയാലും ഓരോ ഇയറിൽ അപ്ഗ്രേഡഡ് ആയിട്ട് വരണം. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന പ്രോസസ്സറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. കാരണം ഇനി നമ്മളിപ്പോൾ ട്രാൻസിസ്റ്ററിനാണ്, ഇനി വേറെ ടെക്നോളജി ഇപ്പോൾ ഓൾറെഡി ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ ഇനി ആ ടെക്നോളജിക്ക് ഓരോ ദിവസം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചാകുമ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ട് ഭയങ്കര വലിയ സ്പെക്ക് എടുത്തിട്ട് കാശുകളേണ്ട ഒരു ആവശ്യമുള്ളൂ. ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാപ്ടോപ്സ് അല്ലെങ്കിൽ നമുക്ക് യൂസ് ആയിട്ടുള്ള ലാപ്ടോപ്സ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ സജഷനിലുള്ള പോലെ തന്നെ വാങ്ങണമെന്നില്ല, ഞാനതൊരു സജഷനായിട്ടാണ്. അപ്പോൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ യൂസ് ചെയ്ത ബെസ്റ്റ് ലാപ്ടോപ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു കമ്മ്യൂണിറ്റി പോലെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ഈ ടെക്കിൻ്റെ അറിവില്ലാത്തവർക്ക് നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആക്കി കൊടുക്കുകയാണ് ഈ ചാനൽ.